മുതലാളിമാര് നന്നായി ശ്രദ്ധിക്കണം. പണക്കാര് മുതലാളിമാരോട് ഇസ്ലാമിന് ഒരു വെറുപ്പില്ല. മുതലാളിമാര് വേണം, നല്ല മുതലാളിമാര് വേണം. ഹലാലായ ബിസിനസ് നടത്തി നല്ല സാമ്പത്തികമായി ഉയർന്ന ആളുകൾ വേണം. അവരുണ്ടാകുമ്പോഴല്ലേ സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അവരുണ്ടായാലല്ലേ മദ്രസയും പള്ളിയൊക്കെ നടത്താൻ കഴിയുള്ളൂ, ദീനീ പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് സാധുക്കളായ സഹാബികൾ, മുതലാളിമാര് പണം ഇങ്ങനെ സംഭാവന ചെയ്തിട്ട് സ്വർഗം വാങ്ങുന്ന പ്രതിഫലം വാരിക്കൂട്ട് നീ അങ്ങക്കതില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാ. നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ദിക്ർ ചൊല്ലിയാലും മുതലാളിമാര് പൈസ കൊടുത്തിട്ട് സമ്പാദിക്കുന്ന പോലത്തെ സമ്പാദ്യം നിങ്ങൾക്കും കിട്ടും. അങ്ങനെ അവര് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അത് കേട്ട് മുതലാളിമാരിത് കേട്ടപ്പോ, ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ സാധുക്കളാണെങ്കിലും, അതുകൊണ്ട് അവരൊക്കെ ചെല്ലുന്ന ദിക്റിനെ നമുക്കും ചൊല്ലിക്കൂടെ എന്നേൽക്ക് മുതലാളിമാരാ ദിക്ർ പതിവാക്കാൻ തുടങ്ങി. അപ്പൊ സാധുക്കൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട്, അവർക്കിപ്പോ സ്വത്ത് ദാനം ചെയ്ത പ്രതിഫലം വേറെ, അതിന്റെ പുറമെ ദിക്റിയല്ലേ പ്രതിഫലം, രണ്ടും കൂടിയായി, ഞങ്ങൾ വണ്ടേ തീർച്ചയാണ് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ഓതിക്കൊടുത്തതാ ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അത് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം, അല്ലാഹു കൊടുക്കുന്ന അല്ലാഹു കൊടുക്കുന്ന പവർ, അല്ലാഹു കൊടുക്കുന്ന ഔദാര്യം അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ മുതലാളിമാർക്ക് പൈസ ഉണ്ടായിട്ട് അത് കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന വലിയ ഒരു തൗഫീഖാണ്. മുതലാളിമാരൊക്കെ മോശക്കാരാണ് എന്ന് ആരും ധരിക്കരുത്. സാധുക്കൾക്ക് അവർ മോശക്കാരാണെന്ന് അങ്ങനെയും ധരിക്കരുത്. ഈ ദുന്യാവ് അത് പരീക്ഷണത്തിന്റെ ലോകാണ്. ചിലർക്ക് അല്ലാഹു തആല പണം കൊടുത്ത് പരീക്ഷിക്കും. പണം കൊടുത്തിട്ട് ചെലവാക്കുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ പരീക്ഷ. കിബ്ർ കാണിക്കുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ പരീക്ഷ. ചിലർ സാധുക്കളാക്കിയിട്ട് ക്ഷമിക്കുന്നുണ്ടോ ഇല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടല്ലേ, അള്ളാഹുവിന്റെ പരീക്ഷയാണ്, പരീക്ഷണത്തിന്റെ ലോകമാണ്. ഒരു വലിയ മുതലാളി, അവന്റെ പേരാണ് ഖാറൂൻ മുതലാളി. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു തലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ. ഖാറൂൻ മുതലാളിയെ കുറിച്ച് ഖുർആൻ പറയാണ്, അവൻ മൂസാ നബിയുടെ ജനങ്ങളിൽപ്പെട്ടവനാണ്. അവനെന്താ ചെയ്തത്? അവൻ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം. അല്ലാഹു കൊടുത്ത മുതൽ കൊണ്ട് സാധുക്കളെ സഹായിക്കുന്നതിന് പകരം, നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്നതിന് പകരം അവൻ ആ പണം കൊണ്ട് അക്രമപ്രവർത്തനം നടത്താൻ തുനിഞ്ഞു. പണം അവൻ ദൂർത്തടിക്കാനും അനാവശ്യത്തിന് ചെലവഴിക്കാനും അതുപോലെ ജനങ്ങൾക്ക് നാശം സൃഷ്ടിക്കാനും ഒക്കെ തുടങ്ങി. അതാവാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അവനൊരു ചെറിയ മുതലാളിയല്ല. അവന്റെ മുതലുകൾ സൂക്ഷിച്ച സ്റ്റോറുകൾ, ആ സ്റ്റോറുകളുടെ താക്കോലുകൾ എടുത്തുകൊണ്ടു പോകാൻ കുറെ ഒട്ടകങ്ങൾ വേണം. താക്കോല് വഹിക്കാൻ കുറെ ഒട്ടകം വേണം. അത്ര വലിയ മുതലാളി. ഖുർആനാ പറയുന്നത്, അതായത് ഖാല ലഹു ഖൗമുഹു, അവന്റെ ആൾക്കാർ അവനോട് പറഞ്ഞു, ലാ തഫറഹ്, നീ അഹങ്കരിക്കരുതേ ഖാറൂനേ, നീ അമിതമായി ആഹ്ലാദിക്കരുതേ ഖാറൂനേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ. അങ്ങനെ ആഹ്ലാദം നടത്തുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. പിന്നെ പറഞ്ഞതാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. പണമുണ്ടെന്ന് വിചാരിച്ച് നീ ഭൂമിയിൽ നാശം തേടരുത്, നാശമുണ്ടാക്കരുത്. ഓ ഖാറൂനേ, വലാ തൻസ നസീബക മിനദ് ദുനിയ. ഈ ദുനിയാവിൽ അല്ലാഹു തആല നിനക്ക് തന്ന ആ മുതലിനെ കുറിച്ചും തന്നതിനെ കുറിച്ചും നീ മറന്നു പോകരുത്. അല്ലാഹു തന്നതാണ്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിനക്ക് ധാരാളം ഗുണം ചെയ്തില്ലേ, അതിന് പകരം നീ അല്ലാഹുവിന്റെ അടിമകളായ, അല്ലാഹുവിന്റെ ആശ്രിതരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യണം.
നിനക്ക് അല്ലാഹു ഇങ്ങോട്ട് ചെയ്തു തന്നതുപോലെ നീ ജനങ്ങൾക്ക് ഗുണം ചെയ്യണം, നല്ല കാര്യങ്ങളിൽ നീ സജീവമായി ഉണ്ടാകണം. വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു തആല നാശം വിതക്കുന്നവരെ ഇഷ്ടപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ചെറുപ്പകാലത്ത് എന്റെ നാട്ടിൽ ഒരൊറ്റ വാഹനവും ഇല്ല. ഏതെങ്കിലും ബസ് ഓടിപ്പോകാറുണ്ട്, നാട്ടുകാർക്ക് ഒരൊറ്റ വാഹനമില്ല. ആദ്യമായി എന്റെ നാട്ടിൽ അഹമ്മദ് ഹാജി ഒരു ജീപ്പ് വാങ്ങി. അന്ന് 25,000 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ജീപ്പ്. അത് കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് ചിരി വരും. കാണാൻ പോയത് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞുപോയി. ഇപ്പോഴോ എല്ലാവരുടെ വീട്ടിലും എത്രയേ വാഹനം, എല്ലാവർക്കും എത്രയേ വാഹനം. എന്ത് നിഅമത്താണ് അല്ലാഹു തആല ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അമേരിക്കയിൽ ഓരോ വീട്ടിലും 2 വണ്ടി ഉണ്ടാവുമെന്ന് സ്കൂളിൽ നിന്ന് മാഷന്മാര് പറഞ്ഞപ്പോ, പടച്ചോനെ 2 വണ്ടി ഒരു പൊറക്കോ എന്ന് വിചാരിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം പൊറക്കുന്ന എത്രയേ വണ്ടി. ഓ സുഹൃത്തുക്കളെ, അല്ലാഹ് നിഅമത്ത് ചെയ്തപ്പം മറന്നു പോകരുത്. ആ നിഅമത്തിന്റെ പേരിൽ ആഹ്ലാദിച്ച് മതിമറന്ന് പ്രവർത്തിക്കരുത്. ഖാറൂൻ മുതലാളിയോട് പറഞ്ഞ വിഷയം ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ യുവാക്കളെ, വാഹനം കുറെ ഉണ്ട്, പക്ഷേ ആ വാഹനം കൊണ്ട് കളിക്കരുത്. മോട്ടോർ സൈക്കിൾ കൊണ്ട് കളിക്കുന്ന ചില യുവാക്കളില്ലേ, ഞാൻ അവരെ വെറുത്തല്ല പറയുന്നത്. സൈക്കിൾ അപകടത്തിൽ എത്രയെത്ര ചെറുപ്പക്കാര് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ പൊയിലൂരിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, വീട്ടില് പെരുന്നാൾ രാവിലെ ഞാനും എന്റെ ഭാര്യയും കിടന്നു ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഭാര്യ ഒരു ശബ്ദം കേട്ട് അതോന്ന് പറഞ്ഞ് ഞെട്ടിയെ തെളിഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എവിടെ കിടക്കൊരു പ്രശ്നവും ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്താ വിഷയം? പെരുന്നാൾ രാവിലെ മോട്ടോർ സൈക്കിളും കൊണ്ടുപോയതാ ഒരു ചെറുപ്പക്കാരൻ. കടപട പടപടാന്ന് പറഞ്ഞിട്ട് പോയതാ. എന്താണ്? എത്ര ആളുകളെ ഉറക്ക് തെളിയിച്ചിട്ടുണ്ടാകും? ഹറാമല്ലേ? ഹറാമല്ലേ? നിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ ഉറങ്ങുന്നവന്റെ മുമ്പിൽ വെച്ച് ഉറക്ക ഓതിയിട്ട് ആ ഉറങ്ങുന്നവന് ശല്യം വരുമെന്ന് കണ്ടാൽ ഉറക്ക ഖുർആൻ ഓതൽ ഹറാമാണ്. എങ്കിൽ പിന്നെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒന്നായി ജീവിക്കുന്ന നമ്മളെ നാട്ടിലൂടെ കടകട കടപട എന്ന് പറഞ്ഞ് പെരുന്നാൾ രാവിലെ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പച്ച ഹറാമല്ലേ? ഓടിക്കുന്നതല്ല ഹറാമ്, ശബ്ദമുണ്ടാക്കുന്നതാണ് ഹറാമ്. പണമുണ്ടാകുമ്പോഴേക്ക് എന്തും ചെയ്യാമെന്നൊരു ധാരണ ഖാറൂൻ മുതലാളിയുടെ സ്വഭാവമാണ്. അതെന്റെ മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ടാകരുത്. വെറുതെ അല്ല അല്ലാഹു തആല ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറഞ്ഞത്. അമിതമായ ആഹ്ലാദങ്ങളോ അതേ അഹങ്കാര പ്രകടനങ്ങളോ പാടില്ല. വഅസ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് വലാ തൻസ നസീബക മിനദ്ദുനിയാ വഅസ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നാശമുണ്ടാക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. സുബ്ഹാനല്ലാഹ്. പണമിങ്ങനെ കൊണ്ടുവന്ന് കയ്യിലുണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു രൂപം ഒരിക്കലും നമ്മിലുണ്ടാകാൻ പാടില്ല. ഖുർആൻ വെറുതെ അല്ല ഈ മുതലാളിയുടെ ഈ സംഭവം പറഞ്ഞത്. നിനക്ക് അല്ലാഹു തആല തന്നതുകൊണ്ട് നീ ആഖിറത്തിലെ വീട് സമ്പാദിക്കാൻ നോക്കണം, ആഖിറം സമ്പാദിക്കാൻ നോക്കണം. വലാ തൻസ നസീബക മിനദ്ദുനിയാ. ദുനിയാവിൽ അല്ലാഹു തആല തന്ന ആ വിഹിതത്തെ നീ മറന്നു പോകരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിനക്ക് ഗുണം ചെയ്തതുപോലെ നീയും ഗുണം ചെയ്യണേ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. ഭൂമിയിൽ നാശം തേടരുതേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നിശ്ചയം അല്ലാഹു തആല നാശമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടൂല. 10,000 കണക്കിന് ഉറുപ്പികന്റെ പടക്കം വാങ്ങിക്കൊണ്ടുവന്നു.
സുബ്ഹാനല്ലാഹ്. നാദാപുരം ടൗണിൽ ഇല്ലേ, പാറക്കടവ് ടൗണിലെ, കുറ്റ്യാടി ടൗണിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒരാൾക്കും വണ്ടിയും കൊണ്ടുപോയിക്കൂടാ. ഇത് പച്ച ഹറാമാ. ആളുകൾ പോകുന്ന വഴിക്ക് തടസ്സം ചെയ്യാൻ പാടില്ല. ഇതിന്റെ പുക കൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും പോണ്ടല്ലേ റോഡ്. പെരുന്നാൾ എല്ലോനും പെരുന്നാൾ ഇല്ലാത്തവനും എല്ലാവർക്കും പോണ്ടേ. അവിടെ ഫസാദ് ഉണ്ടാക്കരുത്. അതാണ് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞത്, ഫസാദ് ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സുബ്ഹാനല്ലാഹ്. ഒരു പുയ്യാപ്പളുടെ കൂടെ പോവാണ്, എല്ലാ നാശവും പോയിട്ട് ഈ പുതിയ പെണ്ണിന്റെ പുരക്ക് വലിച്ചിട്ട് കണ്ണാടി പൊട്ടിച്ച്, സുബ്ഹാനല്ലാഹ്, കഴിയെങ്കിൽ കക്കൂസിന്റെ ക്ലോസറ്റ് അടക്കം പൊട്ടിച്ച്. ഇങ്ങനത്തെ കുറെ ആളുകളില്ലേ ദുനിയാവിൽ. ഇവിടെ ഒന്നുണ്ട് എന്നല്ല, ഇല്ലാന്നല്ല, എനിക്കറിയില്ല. ഞാൻ പുതിയാപ്പളിനോട് പോകാത്ത കാലം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആകാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആൻ അനുസരിച്ച് ജീവിക്കണം മുസ്ലിമീൻ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അതേ സമയത്ത് വേറെയും ഒരുപാട് മതക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, പാവപ്പെട്ടവർ ജീവിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിന് ഇത്തരം കൂത്താട്ടുകളൊന്നുമില്ല. നമ്മൾക്ക് ഈ കൂത്താട്ട് എവിടുന്ന് വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല പറയാണ്, പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഖാറൂനിന്റെ തലേ കയറിയില്ല. അവൻ ഈ പണത്തിന്റെ അഹങ്കാരത്തിലാണ്. അവൻ പറഞ്ഞു, എന്റെ വിവരത്തിന്റെ കടുപ്പം കൊണ്ട്, എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ് എനിക്കിതൊക്കെ എന്ന് പറഞ്ഞു അവൻ വീണ്ടും അഹങ്കരിക്കുകയാണ്. അല്ലാഹ് പറയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അസദ്ദു മിൻഹു ഖുവ്വതൻ വ അക്സറു ജംആ. അവൻ അറിഞ്ഞില്ലേ, അവന്റെ മുമ്പ് എത്രയോ ആളുകളെ, എത്രയോ സമൂഹത്തെ, അവനേക്കാൾ ശാരീരിക ശേഷിയുള്ളവർ, അവനേക്കാൾ വലിയ പണക്കാർ, അവനേക്കാൾ പലതും സംഘടിപ്പിച്ചവർ, അവരെയൊക്കെ നമ്മളങ്ങ് നശിപ്പിച്ച വിവരം അവൻ അറിഞ്ഞില്ലേ. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. കുറ്റക്കാർക്കെതിരെ അല്ലാഹ് നടപടി സ്വീകരിച്ച് ശിക്ഷിക്കുമ്പോ അവരോട് ചോദിച്ചിട്ടല്ല, അവരോട് പറഞ്ഞിട്ടല്ല, അവരെ തെറ്റിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ല, അവരുദ്ദേശിക്കുന്ന സമയത്ത് അദാബങ്ങിറക്കും. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി. അല്ലാഹ് പറയാണ്, ഖാറൂൻ മുതലാളി അവന്റെ വലിയ ഡമ്പോടുകൂടി, അവന്റെ അഹങ്കാരത്തോടുകൂടി, വലിയ ഭംഗിയിൽ അനുവദനീയമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച്, അനുവദനീയമല്ലാത്ത ആഭരണങ്ങൾ ധരിച്ച് വലിയ മുഞ്ചിൽ ഇറങ്ങാണ്. ആ ഇറക്കം കണ്ടപ്പോ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവ് ഉദ്ദേശിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവർക്ക് ആഖിറം ഒരു പ്രശ്നമല്ല, മരണം പ്രശ്നമല്ല, മരണശേഷമുള്ള ജീവിതമല്ല, അവർക്ക് ഈ ദുനിയാവിൽ ഭയങ്കര ജോറായിട്ട് പോകണം എന്നാണ്. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിന്റെ ജീവിതം ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങ് പറഞ്ഞുപോയി, യാ ലൈത ലനാ മിസ്ല മാ ഉതിയ ഖാറൂനു ഇന്നഹു ലദൂ ഹദ്ദിൻ നദീം. ഈ ഖാറൂനിന് കിട്ടിയ പോലെ നമ്മക്കും കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. എത്ര ജോറുള്ള വാഹനം, എത്ര ജോറുള്ള വീട്, എത്ര ജോറുള്ള പരിപാടികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് അവനത് ജോറായിട്ട് പോകുന്നത്. വലിയ ഭാഗ്യവാൻ തന്നെ. പക്ഷേ ഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ള മഹാന്മാർ ആ സമയത്ത് അവരോട് പറയാണ്, വൈലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾ ഈ ദുനിയാവ് കണ്ട് പെട്ടുപോയി അല്ലേ. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. ശരിയായ ഈമാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം എത്രയോ ഖൈറാണ്. അല്ലാഹു കൊടുക്കുന്ന സ്വർഗമില്ലേ, അവിടെയുള്ള മാളികകളില്ലേ, അവിടെയുള്ള അതാ സുഖാനുഭൂതികളില്ലേ, അതൊരിക്കലും തീർന്നു പോകുന്നതല്ല. ഇവിടെയുള്ള ഏത് മുതലാളിയുടെ പണവും മരണത്തോടെ തീർന്നില്ല.
പോയില്ലേ? അവന്റെ കൊട്ടാരം വിട്ടവൻ ഇറങ്ങിയില്ലേ? അവന്റെ ഏത് വാഹനവും കൈയൊഴിച്ചവൻ സ്റ്റെച്ചുകളിലും മയ്യത്ത് കെട്ടിലും കയറിയില്ലേ? ഏത് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചവനും കഫൻതുണി കൊണ്ട് പൊതിയപ്പെട്ടില്ലേ? അതുകൊണ്ട് ദുന്യാവല്ലല്ലോ ചിന്തിക്കേണ്ടത്. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ.